മാലദ്വീപിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. അതായത് എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് മാലദ്വീപ്സിലേക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഒട്ടുമിക്ക ജോബുകളിലേക്കും ഇവിടെ ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാറുള്ളത്. പ്രധാനമായിട്ട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ ഹോസ്പിറ്റൽ ഫീൽഡിലേക്കുള്ള നഴ്സസ്, ഡോക്ടേഴ്സ്, ഇതൊക്കെ ഏജൻസി വഴിയാണ് ചെയ്യാറുള്ളത്. എന്നിരുന്നാലും മറ്റൊരുപാട് ഫീൽഡുകളിലേക്ക് ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് ഏജൻസി വഴിയൊന്നും അല്ലാതെ, അല്ലെങ്കിൽ ഇടനിലക്കാരൊന്നും ഇല്ലാതെ തന്നെ കാൻഡിഡേറ്റ്സിന് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് സൈറ്റുകളുണ്ട്. അതായത് മാലദ്വീപ്സിലെ പ്രധാനപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സൈറ്റുകളാണ്. അത്തരത്തിലുള്ളൊരു സൈറ്റാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ജോബ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് കാറ്റഗറി കാണാം. അതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡീസൽ മെക്കാനിക്, HR ഓഫീസർ, റിസപ്ഷനിസ്റ്റ്. അതായത് മാലിയിലെ ഒട്ടുമിക്ക കമ്പനികൾ, റിസോർട്ടുകൾ, ഷോപ്പുകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, കൺസ്ട്രക്ഷൻ കമ്പനീസ്, ഇവരൊക്കെ ഒരു 75% അവർ ഡയറക്റ്റാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം കമ്പനികളിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ അവരിവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയും നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരെ റിക്വയർമെൻറ്റ്സ്. ഉദാഹരണത്തിന് ഇവിടെ ഫാർമസിസ്റ്റ്, അത് ഒരു ഐലൻഡിലേക്കുള്ളതാണ്, ഹാദാൽ കുളുദ് ഫുഷി എന്നുള്ള ഐലൻഡിലേക്ക്. അപ്പോൾ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ആണെന്ന് അവരതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുക, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു മെയിൽ ID നിങ്ങളെ CV അയച്ചു കൊടുക്കുക. അവർ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അപ്പം പ്രത്യേകിച്ച് CVയിൽ നിങ്ങളെ മെയിൽ ID, അതേപോലെ ഫോൺ നമ്പറൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് വാട്സപ്പൊക്കെ ഉള്ള ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വാട്സപ്പിലൂടെ ആയിരിക്കും അവർ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിലിലൂടെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ദിസ് ജോബ് ഈസ് ഓപ്പൺ ഫോർ മാൽദ്വീപിയൻസ് ഓൺലി എന്നുണ്ടെങ്കിൽ അത് മാൽദ്വീപിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള ജോബ് കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ തന്നെ, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഡീസൽ മെക്കാനിക് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ അതേപോലെ ഓരോന്നും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്തരത്തിലുള്ളൊരു കമൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ജനറലാണ്, അതിൽ എല്ലാവർക്കും, അതായത് മാൽദ്വീപിയൻസിനും അതുപോലെ ഫോറിനേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ID നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ അവർ നിങ്ങളെ, ഞാൻ പറഞ്ഞ പോലെ, വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പ്രത്യേകിച്ച് ഏജൻസികളോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ കമ്പനികളെല്ലാം തന്നെ അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, റിക്വയർമെൻറ്റ്സ് അവർ ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 20-25ഓളം ഓപ്പർച്യൂണിറ്റീസ് ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാ കാറ്റഗറി, ഈവൻ പ്രൈവറ്റ് സ്കൂളുകൾ, പ്രൈവറ്റ് കോളേജുകൾ, അതുപോലെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അതുപോലെ ഷോപ്പ് കീപ്പർ, അതായത് എല്ലാ കാറ്റഗറി ഇതിൽ വരാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. അതേപോലെ ഇതേപോലെ 1-2 സൈറ്റുകളൂടെ ഉണ്ട്, പിന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.